ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി UDF-നെതിരെ സമസ്ത. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം സമസ്തയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അധികാരമോഹികളായ രാഷ്ട്രീയക്കാർ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്നും മുഖപത്രമായി സുപ്രഭാതത്തിൽ കടുത്ത വിമർശനം. ഈ തരത്തിലാണ് സമസ്ത ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത്. SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് ഇത്തരത്തിലൊരു ലേഖനം സുപ്രഭാതത്തിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും സമസ്തയുടെ കടുത്ത വിമർശനമാണ്, പ്രത്യേകിച്ചും UDF-ന് നേരെ വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുന്നു. രമ്യ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലം ആയതോടുകൂടി ഈ UDF-ന്റെ മതപ്രീണനം, അത് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നു പോകുന്ന ഒരു സമീപനമാണ് പ്രത്യേകിച്ച് UDF കൈക്കൊള്ളുന്നത്. ഇതിനെതിരെയാണ് സമസ്ത കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ രമ്യദാസ്. തീർച്ചയായും വിനോദ്, ഈ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ UDF രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണ് ഇത്തരത്തിൽ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത്തവണ SYS-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനത്തിലുള്ളത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം. ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി എല്ലാ തിരഞ്ഞെടുപ്പുകളും, അത് നിയമസഭാ തിരഞ്ഞെടുപ്പാവട്ടെ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പാവട്ടെ, ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായി ജമാഅത്ത് ഇസ്ലാമി പലയിടങ്ങളിലായി കൂട്ടുകെട്ടുകൾ നമുക്ക് പലയിടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള ചർച്ചയും വിമർശനവും എല്ലാം വഴിവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇത്തരത്തിൽ UDF-ഉം അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെതിരെ സമസ്ത രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ സമസ്തയ്ക്ക്, അതായത് ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്, ഇതൊരിക്കലും അംഗീകരിക്കാൻ സമസ്തയ്ക്ക് കഴിയില്ല എന്നിവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി രൂപം കൊള്ളുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ മോഹമില്ല, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്കോ കടന്നു വരില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം സ്ഥാനമോഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമി അത്തരത്തിലൊരു സംഘടന രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് ഇവരുടെ ഈ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നു. ഇത്തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുമായി, അതായത് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുമായി പല തെരഞ്ഞെടുപ്പിലും ഇവർ കൂട്ടുകക്ഷികളാവുന്നു തുടങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ SYS-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു വെക്കുന്നത്. ഇത് ഇത്തരത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാമർശം വരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം സമസ്തയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അധികാരമോഹികളായ രാഷ്ട്രീയക്കാർ ഇത് പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ഇവരെ പ്രബുദ്ധ കേരളീയർ കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ട് തന്നെ ഇവർ കരുതണം. ഇത്തരത്തിലാണ് വിമർശനങ്ങൾ പോകുന്നത്. കൂടാതെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അധികാരമോഹികളായ രാഷ്ട്രീയക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ഹറാം എന്ന് കരുതി പോകുന്നവരായിരുന്നു, ഇത്തരം നിലപാടുള്ളവരായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കാർ. എന്നാൽ ഈ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് രൂപം നൽകുന്നു. ഇത് ഇടത് വലത് മുന്നണികൾ മാറി മാറി പിന്താങ്ങി രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിവരാനുള്ള ഒരു ഗൂഢശ്രമങ്ങളാണ് ഇവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അണികളുടെ എണ്ണം പോലും പലപ്പോഴായി പെരുപ്പിച്ചു കാണിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇവർ കരുതുന്നത്. ഇത്തരത്തിൽ അധികാരത്തിലേക്ക് എത്താനും ഉള്ളൊരു മോഹമായി ഇവർ കരുതുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് കടുത്ത വിമർശനം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഈ സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതം വീണ്ടും പറയുന്നത്. വളരെ വ്യക്തമാണ്.